വാർത്തകൾ വിശദമായി. മൂന്നാറിലെ സർക്കാർ ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് സർവകക്ഷി യോഗം ചേരും. തൈക്കാട് ഗസ്റ്റ് ഹൌസിലാണ് സർവകക്ഷി യോഗം. അതേസമയം സർവകക്ഷി യോഗത്തിന് മുന്നോടിയായി മാധ്യമപ്രവർത്തകരുമായും പരിസ്ഥിതി പ്രവർത്തകരുമായും മതമേലധ്യക്ഷന്മാരുമായും മുഖ്യമന്ത്രി ചർച്ച നടത്തും. മൂന്നാറിലെ സർക്കാർ ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രതിഷേധങ്ങളും എതിർപ്പുകളും ഉയർന്നുവന്ന പശ്ചാത്തലത്തിലാണ് വിഷയം ചർച്ച ചെയ്യാനായി സർവകക്ഷി യോഗം വിളിക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചത്. കയ്യേറ്റത്തിന്റെ സ്വഭാവം, വ്യാപ്തി, കാലപ്പഴക്കം എന്നിവയൊക്കെ വിശദമായി പരിശോധിച്ച ശേഷമേ നടപടികളുമായി മുന്നോട്ടു പോകാവൂ എന്ന് ഇടുക്കി ജില്ലയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും കൂട്ടായ്മകളും ആവശ്യപ്പെട്ടിരുന്നു. ഇടുക്കി ദേവികുളം സബ് കളക്ടറുടെ ഭൂമി ഒഴിപ്പിക്കൽ നടപടിയിൽ വ്യാപക പ്രതിഷേധവും ഉയർന്നു. ഇത് കയ്യേറ്റ ഭൂമിയുടെ വിശദാംശങ്ങൾ, ഇവർക്കെതിരെ റവന്യൂ വകുപ്പ് സ്വീകരിച്ച ഒഴിപ്പിക്കൽ നടപടികൾ, വൻകിട കയ്യേറ്റം, ചെറുകിട കയ്യേറ്റം, കയ്യേറ്റത്തിലെ കാലപ്പഴക്കം തുടങ്ങിയവ സംബന്ധിച്ച് വിശദമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ മുഖ്യമന്ത്രി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത്. ഈ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗങ്ങൾ ചേരുന്നത്. രാവിലെ 11 മണിക്ക് പരിസ്ഥിതി പ്രവർത്തകരുമായി മുഖ്യമന്ത്രിയും റവന്യൂ, വനം, വൈദ്യുതി, നിയമവകുപ്പ് മന്ത്രിമാരും റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഇടുക്കിയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള ജനപ്രതിനിധികളും ചർച്ച നടത്തും. പിന്നീട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുക മാധ്യമപ്രതിനിധികളാണ്. അതിനുശേഷം 3 മണിയോടെ മതമേലധ്യക്ഷന്മാരുമായും മുഖ്യമന്ത്രിയും കൂട്ടരും ചർച്ച നടത്തും. വൈകുന്നേരം 5 മണിക്കാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ പങ്കെടുക്കുന്ന സർവകക്ഷി യോഗം. തൈക്കാട് ഗസ്റ്റ് ഹൌസിലാണ് പ്രത്യേക യോഗങ്ങൾ ചേരുക. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. MBBS BDS പ്രവേശനത്തിനായി CBSE രാജ്യവ്യാപകമായി നടത്തുന്ന നീറ്റ് പരീക്ഷ ഇന്ന്. 52,305 MBBS BDS സീറ്റുകളിലേക്ക് പ്രവേശനത്തിനായാണ് പരീക്ഷ നടത്തുന്നത്. രാജ്യവ്യാപകമായി 104 സെന്ററുകളിലാണ് പരീക്ഷ നടക്കുന്നത്. കേരളത്തിൽ തിരുവനന്തപുരം, കൊച്ചി, തൃശൂർ, കോഴിക്കോട് എന്നീ കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത്. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാണ് പരീക്ഷാ സമയം. മൈസൂരിലും പരീക്ഷാ കേന്ദ്രമുണ്ട്. പരീക്ഷ കണക്കിലെടുത്ത് കൂടുതൽ KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. CBSEയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് പരീക്ഷ നടക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയായി TP സെൻകുമാർ ചുമതലയേറ്റു. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുമെന്നും സർക്കാരുമായി ഏറ്റുമുട്ടാനില്ലെന്നും സെൻകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. സർക്കാരിനെതിരായ നിയമ പോരാട്ടം തുടരുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായ മറുപടി പറഞ്ഞില്ല. എന്നാൽ പോലീസിന് എല്ലാവരെയും തൃപ്തിപ്പെടുത്താനാവില്ലെന്നും സെൻകുമാർ വ്യക്തമാക്കി. സർക്കാരുമായി ഏറ്റുമുട്ടലിനില്ലെന്ന് വ്യക്തമാക്കിയാണ് TP സെൻകുമാർ പോലീസ് മേധാവിയായി ചുമതലയേറ്റെടുത്തത്. ചുമതലയേറ്റെടുക്കും മുമ്പ് താൻ മുഖ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നതായും അദ്ദേഹത്തിന് അനുയോജ്യമായ സമയത്ത് നേരിൽ കാണുമെന്നും സെൻകുമാർ വ്യക്തമാക്കി. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല പ്രവർത്തനമായിരിക്കും അവരും ആഗ്രഹിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല പ്രവർത്തനമായിരിക്കും കാഴ്ചവെക്കാനായിട്ട് എൻ്റെ ശ്രമം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ യാതൊരു വിധത്തിലുള്ള കൺഫ്രണ്ടേഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പോലീസ് ജനങ്ങളുടെ മുന്നിൽ നന്നായി പ്രവർത്തിക്കണമെന്നും സ്ത്രീ സുരക്ഷയും ഗതാഗത മേഖലയിലെ പ്രശ്നങ്ങൾക്കുമാവും തന്റെ മുൻഗണനയെന്നും സെൻകുമാർ അറിയിച്ചു. സർക്കാരിനെതിരെ നിയമ നടപടി തുടരുമോ എന്ന കാര്യത്തിൽ സെൻകുമാർ നിലപാട് വ്യക്തമാക്കിയില്ല. എന്നാൽ എല്ലാവരെയും എല്ലാ കാലത്തും തൃപ്തിപ്പെടുത്തി പ്രവർത്തിക്കാൻ പോലീസിനാവില്ലെന്ന് വ്യക്തമാക്കിയത് അർദ്ധഗർഭമായി മാറി. UAPA കാപ്പ കേസുകളിൽ സർക്കാർ നിലപാട് തുടരുമോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: പോലീസ് നടപ്പാക്കുന്നത് ഏതായാലും നിയമപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. സർക്കാർ നയമായിരിക്കുമോ എന്നതാണ്. സർക്കാർ നിയമപരമല്ലാത്തത് ഉണ്ടാകുമോ? കഴിഞ്ഞ 11 മാസത്തെ പോലീസിന്റെ പ്രവർത്തനത്തെപ്പറ്റി എങ്ങനെ കാണുന്നു എന്ന ചോദ്യത്തിന് മാർക്കിടേണ്ടയാൾ താനല്ലല്ലോ എന്ന മറുചോദ്യം കൊണ്ടാണ് സെൻകുമാർ നേരിട്ടത്. ഉച്ചയോടെയാണ് സെൻകുമാറിനെ പോലീസ് മേധാവിയായി പുനർനിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയത്. IMG ഡയറക്ടറുടെ ചുമതല പൊതുഭരണ സെക്രട്ടറി സത്യജിത് രാജിന് കൈമാറി. ഉദ്യോഗസ്ഥരോട് യാത്ര പറഞ്ഞതിനു ശേഷം PTP നഗറിലെ വീട്ടിൽ നിന്നും ഔദ്യോഗിക വേഷത്തിൽ പോലീസ് ആസ്ഥാനത്ത് വന്നിറങ്ങി. DGPയായി പോലീസ് ആസ്ഥാനത്ത് വീണ്ടും എത്തിയ സെൻകുമാറിനെ ആചാര ചടങ്ങുകളോടെയാണ് സ്വീകരിച്ചത്. എന്നാൽ ബെഹ്റയിൽ നിന്നും ബാറ്റൺ ഏറ്റുവാങ്ങാതെ രജിസ്റ്ററിൽ ഒപ്പുവെച്ചാണ് സെൻകുമാർ ചുമതല ഏറ്റെടുത്തത്. പോലീസ് ആസ്ഥാനത്തെ ADGPയായി ടോമൻ തച്ചങ്കരിയും ഇന്ന് തന്നെ ചുമതല ഏറ്റെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഹിന്ദു രാഷ്ട്ര നിർമ്മിതി ലക്ഷ്യമിട്ടുള്ള RSS നയരൂപീകരണമാണ് ഇന്ത്യ നേരിടുന്ന വെല്ലുവിളിയെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. തിരുവനന്തപുരം EMS അക്കാദമിയിൽ പഠന കോഴ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അക്കാദമിയെ അനൗപചാരിക സർവകലാശാലയായി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കോഴ്സ് തുടങ്ങിയത്. സമകാലീന ഇന്ത്യ പ്രശ്നങ്ങളും സാധ്യതകളും എന്ന വിഷയത്തിലാണ് EMS അക്കാദമിയിൽ പഠന കോഴ്സ് ആരംഭിച്ചത്. മതനിരപേക്ഷത, സാമൂഹ്യനീതി, ഫെഡറലിസം തുടങ്ങിയവയെ ഇല്ലാതാക്കി വൈവിധ്യത്തിലൂന്നിയ ദേശീയതയെ തകർക്കാനാണ് RSSും BJPയും ശ്രമിക്കുന്നതെന്ന് കോഴ്സ് ഉദ്ഘാടനം ചെയ്ത് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. So the whole
situation in the country is being reduced to create a mindset and create a situation whereby they can succeed in achieving that RSS vision of converting the secular democratic Republic of India into their concept of a Hindu Rashtra. That is the biggest danger today. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ദേശീയ തലത്തിൽ RSS ഉയർത്തുന്ന വെല്ലുവിളിയെ നേരിടാൻ കൂടുതൽ ജനവിഭാഗങ്ങളെ ഇടതുപക്ഷത്തിന്റെ കൂടെ അണിനിരത്താനാണ് നാം ശ്രമിക്കേണ്ടത്. EMS അക്കാദമിയെ അനൗപചാരിക സർവകലാശാലയായി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പഠന കോഴ്സ് തുടങ്ങിയത്. 1 വർഷം ദൈർഘ്യമുള്ള കോഴ്സിൽ സമകാലീന ഇന്ത്യ നേരിടുന്ന പ്രശ്നങ്ങളെ സമഗ്രമായി പരിശോധിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. ഒക്ടോബർ വിപ്ലവത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച CPIM ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച റെഡ് വോളണ്ടിയർ മാർച്ച് നഗരത്തെ ചുവപ്പണിയിച്ചു. പരേഡിൽ സീതാറാം യെച്ചൂരി സല്യൂട്ട് സ്വീകരിച്ചു. BJP നയിക്കുന്ന കേന്ദ്ര സർക്കാർ ജനവിരുദ്ധമായ ചതുർമുഖ നയങ്ങളാണ് നടപ്പിലാക്കുന്നതെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. QAC മൈതാനത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിന് വാദ്യമേളങ്ങൾ മികവേകി. മാർച്ചിന്റെ മുൻനിര സമ്മേളനവേദിയായ ആശ്രാമം മൈതാനത്ത് എത്തുമ്പോഴേക്കും മഴ ആരംഭിച്ചിരുന്നു. ഇത് അവഗണിച്ചാണ് വോളണ്ടിയർമാർ പരേഡിൽ അണിനിരുന്നത്. 17 ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പരേഡ്. സീതാറാം യെച്ചൂരി സല്യൂട്ട് സ്വീകരിച്ചു. സോഷ്യലിസത്തിന് തിരിച്ചടിയേറ്റത് അത് ഉയർത്തിപ്പിടിച്ച തത്വശാസ്ത്രത്തിന്റെ കുഴപ്പം കൊണ്ടല്ല, അത് നടപ്പാക്കിയ രീതിയുടെ പോരായ്മ കൊണ്ടാണ്. സോവിയറ്റ് യൂണിയൻ തകർന്നുവെങ്കിലും അത് ഉയർത്തിയ ആശയം നിലനിൽക്കുന്നുണ്ടെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. സംഘപരിവാറിന് കോൺഗ്രസിന്റെ കാര്യത്തിൽ ഒരു ഉത്കണ്ഠയുമില്ല. അവർ എതിരാളികളായി കാണുന്നത് ഇടതുപാർട്ടികളെയാണെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാട്ടി. continue to propagate all this disinformation, but I would like them to come to Kollam and see the 10,000 volunteers here in these red clothes and red dresses, and to say that socialism is invincible, that is not going to die, it cannot die, that is the future of mankind. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ഗുരുദാസൻ, K വരദരാജൻ, K സോമപ്രസാദ് MP, MLA-മാരായ M നൌഷാദ്, M മുകേഷ്, CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ, XNS തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ജമ്മു കാശ്മീരിൽ കലാപം രൂക്ഷമാകുന്നു. അക്രമികൾ കൊള്ളയടിക്കുന്നതിനാൽ ബാങ്കുകളിൽ പണം സൂക്ഷിക്കരുതെന്ന് കശ്മീരിലെ ബാങ്കുകൾക്ക് നിർദ്ദേശം. സംസ്ഥാന ഗവർണർ NN വോറ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനെ കണ്ട് സ്ഥിതിഗതികൾ അറിയിച്ചു. കൂടുതൽ സുരക്ഷാ സേനയെ കശ്മീരിലേക്ക് അയക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുമെന്നാണ് സൂചന. ദക്ഷിണ കാശ്മീരിലാണ് കലാപം രൂക്ഷമായിരിക്കുന്നത്. ഇവിടെ കുൽഗാം ജില്ലയിലെ പോബോയ് വില്ലേജിൽ ഇക്കഴിഞ്ഞ 1-ാം തീയതി നടന്ന ബാങ്ക് ആക്രമണത്തിൽ 5 പോലീസുകാരും 2 സുരക്ഷാ ജീവനക്കാരും കൊല്ലപ്പെട്ടു. അതിനുശേഷം ഇതുവരെ 6ഓളം ബാങ്കുകൾ ആക്രമിക്കപ്പെട്ടു. ഈ വർഷം 40ഓളം ബാങ്കുകൾ കലാപം നടക്കുന്ന പ്രദേശങ്ങളിൽ കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്. ഇതോടെ കാശ്മീരിലെ തെക്കൻ മേഖലകളിലെ ബാങ്കുകളിൽ പണം ക്രയവിക്രയം നിർത്തിവെക്കാൻ സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകി. പ്രവൃത്തി സമയം ബാങ്കുകൾ തുറക്കുമെങ്കിലും ചെക്കുകൾ സ്വീകരിക്കുക, ഓൺലൈൻ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുക എന്നതിനപ്പുറം പണമിടപാടുകളില്ല. ATMകൾ ആക്രമിക്കപ്പെട്ടതായി റിപ്പോർട്ടില്ല. പക്ഷേ പണമെത്തിക്കുന്നത് റിസർവ് ബാങ്കും നിർത്തിവച്ചതോടെ ATMകളും കാലിയായി. അതേസമയം കലാപം നിയന്ത്രിക്കാൻ കൂടുതൽ സുരക്ഷാ സേനാ ഉദ്യോഗസ്ഥരെ കാശ്മീരിലേക്ക് അയക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുമെന്ന് സൂചനയുണ്ട്. കഴിഞ്ഞ ദിവസം ജമ്മുകാശ്മീർ ഗവർണർ വോറ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ട് സ്ഥിതിഗതികൾ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെക്കുന്നതായി കോൺഗ്രസ് അംഗം ഹർഷാദ് വൊർക്കാടി അറിയിച്ചു. രാജിക്കത്ത് തിങ്കളാഴ്ച ജില്ലാ സെക്രട്ടറിക്ക് കൈമാറുമെന്നും ഹർഷാദ് അറിയിച്ചു. ജില്ലാ പഞ്ചായത്തിൽ വൊർക്കാടി ഡിവിഷനെയാണ് ഹർഷാദ് പ്രതിനിധീകരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തനിക്കെതിരെ റിബലായി മത്സരിച്ച DMK മുഹമ്മദിനെ കോൺഗ്രസിൽ തിരിച്ചെടുത്ത KPCC നടപടിയിൽ പ്രതിഷേധിച്ചാണ് രാജി തീരുമാനം. ഹർഷാദ് രാജിയിൽ ഉറച്ചുനിന്നാൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഭരണം UDFന് നഷ്ടമാകും. രാജിക്കത്ത് പാർട്ടിക്ക് ലഭിച്ചതായി കാസർഗോഡ് DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ നായർ അറിയിച്ചു. വരൾച്ച കെടുതിയിൽ വലയുന്ന പാലക്കാട്ടെ നെൽ കർഷകർ 1-ാം വിള ഇറക്കാനാകാതെ പ്രതിസന്ധിയിൽ. കേന്ദ്രത്തിന്റെ വരൾച്ച നഷ്ടപരിഹാരം ലഭിക്കാത്തതും ആവശ്യത്തിന് വേനൽ മഴ കിട്ടാത്തതും കർഷകർക്ക് തിരിച്ചടിയായി. എന്നാൽ സംസ്ഥാന സർക്കാരിൽ പ്രതീക്ഷയർപ്പിച്ച് വിത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കർഷകർ. വിഷു കഴിഞ്ഞ് വേനൽ മഴയെത്തുന്നതോടെ വിത്തിറക്കണമെന്നാണ് വിശ്വാസമെങ്കിലും
ഇക്കുറി നെല്ലറയിലെ കർഷകർ മടിച്ചു നിൽക്കുകയാണ്. വേണ്ടത്ര മഴ ലഭിക്കാത്തതും കേന്ദ്രത്തിന്റെ വരൾച്ചാ നഷ്ടപരിഹാരം വൈകുന്നതുമാണ് കൃഷിയിറക്കുന്നതിൽ നിന്ന് കർഷകരെ പിന്തിരിപ്പിക്കുന്നത്. വിള നശിച്ചതിന്റെ പട്ടികയും നഷ്ടത്തിന്റെ കണക്കുമെല്ലാം കേന്ദ്ര സംഘത്തിന് കൈമാറിയെങ്കിലും തീരുമാനമൊന്നും ആയിട്ടില്ല. നെൽകർഷകരെ സഹായിക്കാൻ സംസ്ഥാന സർക്കാരിനൊപ്പം കേന്ദ്ര സർക്കാർ കൂടി തയ്യാറാകണമെന്ന് കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി KV രാമകൃഷ്ണൻ പറഞ്ഞു. പാലക്കാട് ജില്ലയിൽ തന്നെ 305 കോടി രൂപയിൽ പരം വരുന്ന നഷ്ടമാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. സംസ്ഥാന അടിസ്ഥാനത്തിൽ നൽകിയ നിവേദനത്തിൽ 717 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അത് ലഭ്യമാക്കത്തക്ക രൂപത്തിൽ സമീപനം എടുക്കണം. കൃഷിക്കാർക്ക് വിത്തും വളവും സൗജന്യമായി നൽകാനുള്ള സംവിധാനം ഉണ്ടാകണം. കൃഷിക്കാരെ കടങ്ങൾ എഴുതിത്തള്ള സംവിധാനം ഉണ്ടാകണം. രണ്ടാം വിളക്ക് ആവശ്യമായ വെള്ളമുണ്ടാകില്ലെന്ന മുന്നറിയിപ്പ് കണക്കിലെടുത്ത് 13,000 ഹെക്ടർ തരിച്ചിടുന്ന അവസ്ഥ ഇത്തവണ പാലക്കാടുണ്ടായി. എന്നാൽ കൃഷിയിറക്കാത്തവർക്ക് നഷ്ടപരിഹാരം നൽകാനാവില്ലെന്ന കേന്ദ്ര സംഘത്തിന്റെ തീരുമാനം കർഷകർക്ക് തിരിച്ചടിയാവുകയാണ്. എങ്കിലും നഷ്ടപരിഹാരം നൽകുന്നത് പരിഗണിക്കാമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഉറപ്പിന്മേൽ ഒന്നാം വിള ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കർഷകർ. ഇൻഷുറൻസ് തുക, ഉഴവുകൂലി, സബ്സിഡി എന്നിവ സംയോജിപ്പിച്ച് ഹെക്ടറിന് 46,000 രൂപ ലഭ്യമാക്കാനുള്ള ആശ്വാസ പദ്ധതിയാണ് സർക്കാരിന്റെ പരിഗണനയിലുള്ളത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മായ വീടോ സംരക്ഷണമോ ഇല്ലാതെ ദുരിതക്കയത്തിൽ കഴിയുകയാണ് വൃദ്ധ ദമ്പതികളും അവരുടെ ബുദ്ധിമാന്ദ്യമുള്ള മകനും. മകനെ വീട്ടിൽ കെട്ടിയിടേണ്ട ഗതികേടിലാണ് ഈ അച്ഛനമ്മമാർ. കാസർഗോഡ് ബേവിഞ്ച സ്റ്റാർ നഗറിലെ അബ്ദുൽ ഖാദറിന്റെ കുടുംബത്തിന്റേത് സമാനതകളില്ലാത്ത ദുരിത ജീവിതം. കാസർഗോഡ് ബേവിഞ്ച സ്റ്റാർ നഗറിൽ ദേശീയപാതയോരത്തെ പുറമ്പോക്കിൽ കഴിയുന്ന അബ്ദുൽ ഖാദറിന്റെ വീട്ടിലെത്തുന്നവരെ കാത്തിരിക്കുന്നത് ദയനീയ കാഴ്ചകൾ. ഭാര്യ നബീസ മാനസികാരോഗ്യ പ്രശ്നം നേരിടുന്നു. 24 വയസ്സുള്ള ഏകമകൻ മുഹമ്മദ് സക്കീർ ബുദ്ധിമാന്ദ്യമുള്ള യുവാവാണ്. വെട്ടുകല്ലിൽ കെട്ടിയുണ്ടാക്കിയ ഷെഡിൽ 2 മുറികളാണുള്ളത്. അടുക്കള മുറിയിൽ തന്നെയാണ് മറയില്ലാത്ത കക്കൂസും. കിടപ്പുമുറിയിൽ മകൻ സക്കീറിനെ ഒരു മൂലയിൽ ബന്ധിച്ചിരിക്കുന്നു. ഇവിടെ തന്നെയാണ് മകൻ മലവിസർജനങ്ങൾ നടത്തുന്നതും മുറി വൃത്തിയാക്കുന്നതും മകനെ കുളിപ്പിക്കുന്നതും എല്ലാം 67-കാരനായ അബ്ദുൽ ഖാദർ തന്നെ. മാനസിക പ്രശ്നം നേരിടുന്ന ഭാര്യ നബീസയെയും രോഗി കൂടിയായ അബ്ദുൽ ഖാദർ തന്നെ സംരക്ഷിക്കണം. പുറമ്പോക്ക് ഭൂമിക്ക് പട്ടയം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വീട് നിർമ്മാണവും സാധ്യമാകില്ല. നേരത്തെ കൂലിപ്പണിയെടുത്തിരുന്ന അബ്ദുൽ ഖാദറിന് ഇപ്പോൾ അതിനുള്ള ആരോഗ്യമില്ല. അടക്കോലിച്ചോണ്ടുണ്ടായിന്, അടക്കോലിക്കുന്ന മതിയായി ഇപ്പൊ പോവാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ അന്വേഷിച്ച് ആരെങ്കിലും അറിഞ്ഞ് തന്നതാണ്. ഇവരുടെ കുടുംബത്തെ സഹായിക്കാൻ ചെർക്കള വിജയ ബാങ്ക് ശാഖയിൽ അബ്ദുൽ ഖാദറിന്റെ പേരിൽ SP അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ 210 401 131 000042. IFS കോഡ് VIJB 0002104. കണ്ണുള്ളവർ കാണട്ടെ ഈ കുടുംബത്തിന്റെ ദയനീയ ജീവിതം. സന്മനസ്സുള്ളവർ ഈ കുടുംബത്തെ സഹായിക്കാൻ മുന്നോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാം. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്.